പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം, ഈ ഡ്രസ്സ് എനിക്ക് വേറെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലടാ. എനിക്കത് അത്യാവശ്യം നല്ല ഇണങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്ന ഹോട്ട് കണ്ടന്റ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ? ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ കുറച്ച് കണ്ടപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ പണ്ടത്തെ വീഡിയോ അല്ലേ, എന്തിനാ ചേച്ചി ഈ പഴയ വീഡിയോ ഒക്കെ ചേച്ചി ഇപ്പം ഇരുന്ന് റിയാക്ട് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ, മുമ്പ് ഏതെങ്കിലും ഒരു കോണ്ടന്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാലോ. അപ്പോൾ രേണു സുധി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഹോപ്പ്ഫുള്ളി വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്നലെ ഞാൻ വീഡിയോ കണ്ട സമയത്ത് ആ വീഡിയോൻ്റെ താഴെ വന്ന കുറേ കമൻറ്റ്സ് എന്നെ ഒരുപാട് ഹാപ്പി ആക്കി. ആൻഡ് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലോട്ട് വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. ഇതൊരു കുട്ടി ചാനലാണ്. ഇതിൽ മാക്സിമം പല വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളും കുട്ടി വ്ളോഗും കുട്ടി പ്രൊഡക്റ്റും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ വീഡിയോ തുടങ്ങാൻ. എത്രയൊക്കെയാണെങ്കിലും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുത്തില്ലെങ്കിലും നിങ്ങളിടുന്ന എല്ലാ കമൻസും ഞാൻ അത്യാവശ്യം ഇരുന്ന് വായിക്കൽ ഉണ്ട്. അതിൽ വളരെ അബ്യൂസീവ് കമൻറ്റ് ഒഴിവാക്കുക എന്നല്ലാണ്ട് ബാക്കി ഒരുവിധം പോസിറ്റീവ് കമൻസിനൊക്കെ ഞാൻ ലൈക്കും അടിക്കലുണ്ട്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് എന്താണ് രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷനുള്ളിൽ. രണ്ടാമത്തത്, രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണോ. മൂന്നാമത്തത്, എന്താണ് ചെമ്പരത്തി ബാറിൻ്റെ ഉള്ളിൽ നടന്നത്. നാലാമത്തത്, പഴയകാല രേണു സുധിയുടെ ജീവിതം. അഞ്ചാമത്തത്, സബ്സ്ക്രിപ്ഷനിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയാണോ എന്നറിയില്ല രേണു ചേച്ചി ചില ഇൻ്റർവ്യൂവിൽ കൊടുത്ത ചില കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷയം. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കണ്ടതങ്ങ് അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. സ്ക്രീൻഷോട്ടിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് 2 ലക്ഷത്തിനടുത്ത് വരുമാനം, സബ്സ്ക്രിപ്ഷനിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റി രേണു സുധി എന്നാണ്. ആൻഡ് ഇതിൽ ഉള്ള സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് 755 സബ്സ്ക്രൈബറാണ്. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി 1K എബവ് പോയിട്ടുണ്ട്. ഇപ്പം 180 ഇൻറ്റു 755 എത്ര ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എന്തൊരു പൈസയാ അല്ലേ. സാരല്ല. അപ്പോൾ രേണു സുധി ചേച്ചി സപ്പോർട്ടേഴ്സ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് രേണു സുധീനെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് മീഡിയയിൽ രേണു സുധിക്ക് ഒരു സ്പേസ് കിട്ടുന്നത്. കാരണം രേണു സുധിക്ക് ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ രേണു ചേച്ചി ഇട്ട് തരുന്നത് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർ ആരും മൈൻഡ് ചെയ്യാണ്ട് നിന്നാൽ അവിടെ അത് തീർന്നു. നമ്മളെല്ലാവരും ഈ കണ്ടന്റ് കണ്ട് മനസ്സിലാക്കി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് രേണു ചേച്ചിക്ക് ഒരു സ്പേസ് കിട്ടുന്നു. ആ സ്പേസിൽ കൂടെ രേണു ചേച്ചി ഫേമസ് ആവുന്നു. ഫേമസ് ആയതിൻ്റെ ഭാഗമായി രേണു ചേച്ചിക്ക് കുറേ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു. അതുവഴി 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മാസം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ രേണു ചേച്ചി സംസാരിക്കുന്ന രേണു ചേച്ചി ചെയ്യുന്ന പല കോൺട്രവേഴ്സീസും ഞങ്ങളെടുത്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി സബ്സ്ക്രിപ്ഷനിൽ സ്പ്രെഡായിട്ടുള്ള എല്ലാ വീഡിയോസും ഒരുവിധം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈവൻ എൻ്റെ കയ്യിലും പല വീഡിയോസും എത്തിയിട്ടുണ്ട്. ബട്ട് ഐ റെസ്പെക്ട് രേണു സുധി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീഡിയോ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആൾ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഇട്ട സാധനമാണല്ലോ. പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ അടുത്ത് രേണു സുധീനെടുത്ത് ഒരു ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന ഒരു പീസ് ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് ഇട്ട് വീഡിയോ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് കണ്ടന്റ് ആണോ സബ്സ്ക്രിപ്ഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ രേണു ചേച്ചി അതിൽ പറയുന്നുണ്ട് ഹോട്ട് കണ്ടന്റ് മാത്രമല്ല സബ്സ്ക്രിപ്ഷനിൽ എന്ന്. എന്നാൽ ഇതുവരെ കണ്ടതനുസരിച്ച് രേണു സുധി ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനിൽ അല്ലെ പുറത്ത് ലീക്കായിട്ടുള്ള കണ്ടന്റ് അനുസരിച്ച് അതിൽ കാണുന്ന പകുതിയും ഹോട്ട് കണ്ടന്റ് ആണ്. എന്ന് കരുതി ഭയങ്കര വൾഗറായിട്ടുള്ള ഒരാൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കണ്ടന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആൻഡ് ആ കണ്ടന്റ് ഒന്നും ഞാൻ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അല്ലെങ്കിൽ ബാക്കി ചില യൂട്യൂബേഴ്സ് ഇത് ലീക്ക് ചെയ്തിട്ടുണ്ട്, അവരേൽ പോയിക്കോ. എൻ്റെ ഈ ഒരു സാധനം നിങ്ങൾ കാണില്ല. പക്ഷേ ഞാൻ ശരിക്കും ഷോക്കാവുന്ന സാധനം, ഇപ്പോൾ ചെമ്പരത്തി ബാറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തി ബാറിൽ പോയ ഔട്ട്ഫിറ്റ് എന്താണ്, ആ സെയിം ഔട്ട്ഫിറ്റ് ഇനാഗ്രേഷൻ ചെയ്തപ്പോൾ എന്താണ്, ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ ഔട്ട്ഫിറ്റ് സബ്സ്ക്രിപ്ഷനിലോട്ട് വന്നപ്പോഴുള്ള മാറ്റമാണ്.
അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പം ഇതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ബേസിക്കലി ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ ബോഡി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പറയാൻ പോകുന്നൊരു കാര്യമാണ്, കാണാൻ കാഴ്ചക്കാരുള്ളത് കൊണ്ടല്ലേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നത്? കാണാൻ കാഴ്ചക്കാരുണ്ട് എന്ന് കരുതി എല്ലാവരും ഈ പരിപാടിക്ക് ഇറങ്ങും. എൻ്റെ വീഡിയോ കാണുന്ന എത്ര ലേഡീസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, കാണാൻ ആൾക്കാരുണ്ട് എന്ന് കരുതി നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങി നിങ്ങളിത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീട്ടിലോട്ട് അരി വാങ്ങാൻ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അരി വാങ്ങാൻ സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല, നല്ല നല്ല വ്ളോഗ് ചെയ്യാം, നല്ല നല്ല കണ്ടന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. എന്തൊക്കെ ജോലികൾ ചെയ്യാം? തൊഴിലുറപ്പ് ജോലിക്ക് തന്നെ ഒരു ദിവസത്തെ ജോലിക്ക് 300-നടുത്ത് പൈസ കിട്ടുന്നുണ്ട്. ഒരു 100 ജോലി നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഫേം ഇടട്ടെ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങട്ടെ, പശുവിനെയോ പോത്തിനെയോ വളർത്തട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആക്ടിങ്ങിനെയോ മോഡലിങ്ങിനെയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷനാണ്. കാരണം ഞാൻ ഇന്നേ വരെ ഒരാളെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ലിറ്ററലി എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷനിലെ വീഡിയോസ് കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായത്, നമ്മളുടെ പേഴ്സണൽ ബോഡി പാർട്സ് പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റീച്ച് ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ നല്ല കുറേ വീഡിയോസ് ഇങ്ങനെ മിന്നി മാഞ്ഞ് കളിക്കുന്നുണ്ട്. എന്തായാലും പോട്ടെ. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ ഹാപ്പി ആണോ അറിയില്ല. ഇപ്പം ഇങ്ങനെയാണ് തുടക്കെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എവിടേക്ക് എത്തുമെന്നുള്ളതും നമുക്കറിയില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, എന്തിനാണ് രേണുസുതി ചോദിച്ചേ അല്ലെ പോയേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെമ്പരത്തി റെസ്റ്റോ ബാർ അല്ലെ കഫേ എന്തോ ഒരു സാധനം, റെസ്റ്റോ ബാറിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ ആ ഇനാഗ്രേഷൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെല്ലെ എന്ത് ചെയ്യാം, അതിരുന്നൊന്ന് കാണാം. അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ സൈഡിൽ കൂടെ വോയിസ് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. സോ ദിസ് ഈസ് ചെമ്പരത്തി റെസ്റ്റോ ബാർ. സംഭവം കൊള്ളാം. ഈശ്വർ, ഇതാണ് ഔട്ട്ഫിറ്റ്. സബ്സ്ക്രിപ്ഷനിൽ വന്നപ്പോൾ ഈ ഔട്ട്ഫിറ്റിന് ചെറിയ മാറ്റമുണ്ട്. മാറ്റം എന്ന് വെച്ചാൽ ഈ ഔട്ട്ഫിറ്റിനെ തന്നെ ഒന്ന് കയറ്റി ഇറക്കിയിട്ടേ ഉള്ളൂ. ഇതെന്താണിത്? എന്താ വിളിച്ചത്? ഓ, ചെമ്പരത്തി ബാറായതുകൊണ്ട് ചെമ്പരത്തിനെ പ്രൊമോട്ട് ചെയ്യാനാന്ന് തോന്നുന്നു ചെമ്പരത്തി വെച്ചിട്ടുള്ള ഒരു ഡാൻസ്. ഇത് ഭയങ്കര വെറൈറ്റിയാണ്. സീരിയസ്ലി ഭയങ്കര വെറൈറ്റിയാണ്. കാരണം ഇത്രയും കാലത്തിനിടയിൽ പലരും പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരാൾ ആ സ്ഥാപനത്തിൻ്റെ പേരുള്ള പൂ വെച്ച് ഡാൻസ് കളിച്ചത്. രേണുസുതി, ഐ ഹാവ് ടു സേ തലേ വെച്ചത് നല്ലതാണ്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വർത്താനം കേട്ടിട്ട് എല്ലാവരും ഇതാ പറയുന്നത്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം കൊള്ളാം. കൊക്കക്കോളയുണ്ട്, പിന്നെ കളിക്കാൻ സ്പേസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. രേണു ചേച്ചി അപ്പോഴോടെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോ ബാറിൻ്റെ ഇനാഗ്രേഷൻ അവിടെ നടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നല്ല സുഖസുന്ദരമായി പോട്ടെ. രേണു ചേച്ചി കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കാഷ്യൂനട്ടിൻ്റെ ഷേപ്പുള്ള, ഞാൻ മലയാളത്തിൽ പറയുന്നില്ല, കാഷ്യൂനട്ടിൻ്റെ ഷേപ്പുള്ള ഒരു മാല കൊണ്ടുവന്നിട്ട് ദിസ് ഇസ് എ പ്രഷ്യസ് മാല ഗിവൺ മൈ ഹൂ എന്ന് പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇനി ചെമ്പരത്തി ബാറിന്ന് വരുമ്പോൾ ഇനി ചെമ്പരത്തിയും കൊണ്ടാണോ വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് രേണുസുതിയുടെ അക്കൗണ്ടിൽ രേണുസുതിൻ്റെ ലാസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ ഈ എന്തൊരു മുസ്ലിം തട്ടട്ട ഷോർട്ട് ഫിലിം അല്ല, അതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് RJ ലച്ചു ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ മെൻഷൻ ചെയ്തൊരു പോസ്റ്റ് രേണു ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു. RJ ലച്ചു ഒഫീഷ്യലാണ് കേട്ടോ. മെയിൻ സ്ട്രീം ഓൺലൈൻ ലൈറ്റിൽ വന്നിട്ടുള്ള ഒരു സാധനം. രേണുസുതി ചൂഷണം ചെയ്യപ്പെടുകയാണോ? അല്ല, രേണുസുതി ചൂഷണം ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ ഇട്ട് തരുന്നു, അത് നമ്മൾ എടുത്ത് പിടിക്കുന്നു. ആൻഡ് രേണുസുതിക്ക് അതൊരു ചൂഷണമല്ല. ചൂഷണമായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ചൂഷണിച്ചോ എന്ന് പറഞ്ഞിട്ട് പല സിറ്റുവേഷനിലും രേണുസുതി വീണു കൊടുക്കില്ല. ആൽബങ്ങളുടെ മറവിലെ ഏപ്പടം വിവാദങ്ങളിൽ സംവിധായികയുടെ തുറന്നു പറച്ചിൽ. അത് പറയാനുള്ളതിൻ്റെ ഒരു റീസൺ, രേണുസുതിൻ്റെ ഔട്ടായിട്ടുള്ള പല ക്ലിപ്പുകളും വെൻ ഇറ്റ് കംസ് ടു ദി ഷോർട്ട് ഫിലിം ആ ക്ലിപ്പുകൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഷോർട്ട് ഫിലിമിൻ്റെ പേരിൽ എന്താ കാണിച്ചതെന്ന്. ഇപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിലും പല ഷോട്ടുകളും നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ കട്ട് ചെയ്ത് കളയുന്ന ഷോർട്സ് പലതും ആരും എന്ത് ചെയ്യില്ല, പുറത്തോട്ട് ഇടൂല. പക്ഷെ ഇവിടെ പുറത്തോട്ട് ഇട്ടത് വളരെ ഇൻറ്റിമസി ആയിട്ടുള്ള ഒരു സീനാണ്. എന്നാൽ ഷോർട്ട് ഫിലിമിൽ വന്നപ്പോൾ ആ സാധനങ്ങൾ ഇട്ട് കാണുന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത് അഭിനയിച്ചത്?
ഈവൻ അതിന് തന്നെ എക്സ്പ്ലനേഷനായി ദാസേട്ടൻ പറയുന്നുണ്ട് വയൽക്കരയിൽ നിന്ന് ഇറങ്ങി എന്തോ കയറി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സീന് പറ്റില്ല. അത് എഴുതിയിട്ടുള്ള ആൾക്ക് ആ ഒരു ബോധമല്ലേ. ഓക്കെ, രേണു അഭിനയിക്കുന്ന ചില ഷോർട്ട് ഫിലിമുകളിലെയും ആൽബങ്ങളിലെയും ഇൻറ്റിമേറ്റ് രംഗങ്ങളും സഹതാരങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്ന റീലുകളുമാണ് നിരന്തരമായി വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല മക്കളെ, രേണു സുധി ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കുന്ന മറുപടികളും ഡബിൾ മീനിങ് ടോക്കുകളും പിന്നെ ഇൻ്റർവ്യൂസുകളും ഇതൊക്കെയാണ് മെയിൻ ഡിസ്കഷൻ ആയിട്ടുള്ളത്. അതിൽ ഇതും ഒരു കണ്ടന്റാണ്, അല്ലാണ്ട് ഇത് മാത്രമല്ല. ഓക്കെ, ഇതിൽ കുട്ടനാടൻ കായലിലെ എന്ന ഗാനത്തിന് ചെയ്ത റീൽ അടുത്തിടെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെ രേണുവിനെ വെച്ച് ആൽബത്തിന്റെ മറവിൽ അഡൽട്ട് കണ്ടന്റ് നിർമ്മിക്കുകയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും വോയിസ് ഓഫ് ആർട്ടിസ്റ്റുമായ RJ ലച്ചു. രേണുസുതി പൊതുവെ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദം തന്നെയാണ്. അതിൽ റീസെൻ്റ്ലി വിവാദമായത് ഈ കള്ളുഷാപ്പിൽ ഈ ഒരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ദേവ് ടോക്സ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജാണ്. അതിലുപരി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കുക. കഥയും വസ്ത്രവും നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞ് 4.5 വർഷമായി സിനിമാ ആൽബം രംഗത്ത് ലച്ചു. മന്ദാരച്ചെപ്പിൽ കള്ളിപ്പെണ്ണും കള്ളുകുപ്പിയും തുടങ്ങിയ വർക്കുകളിലൂടെ ശ്രദ്ധേയാണ്. വെറും റീച്ചിനോ നെഗറ്റീവ് പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല രേണുവിനെ കാസ്റ്റ് ചെയ്തതെന്ന് അവർ വ്യക്തമാക്കുന്നു. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നു രേണു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളെടുത്തത് രേണുവിന് റീച്ച് ഉള്ളത് കൊണ്ടാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ഞാൻ പറയുന്നില്ല, റീച്ചിന് വേണ്ടിയിട്ടാണ്. രേണുവിൻ്റെ ഷോർട്ട് ഫിലിം വന്നാൽ അത് റീച്ചാവും, ഡിസ്കഷൻ ആവും എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തു. കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായത് കൊണ്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന താരം, അതുതന്നെ ഞാൻ പറഞ്ഞത്, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന താരം. അനുയോജ്യം എനിക്കറിയില്ല, അനുയോജ്യമായ എത്രയോ ആൾക്കാരുണ്ട്, എന്തായാലും ട്രെൻഡ്. കാര്യങ്ങളെക്കുറിച്ചും രേണുവിനും കൃത്യമായ ബോധ്യമുണ്ട്. ആ ഉറപ്പല്ലേ രേണുവിനെ, അതും നമ്മളില്ല പറഞ്ഞിട്ടില്ല. സുധിയുടെ മരണശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന രേണുവിനെതിരെ വിമർശനങ്ങൾ ശക്തമാണെങ്കിലും അവർ ഭാഗമാകുന്ന ചെറിയ പ്രൊജക്റ്റുകൾ പോലും യൂട്യൂബിൽ ചുരുങ്ങിയത് 1 മില്യൺ വ്യൂസ് നേടുന്നുണ്ട് എന്നത് അവരുടെ ജനപ്രീതിയുടെ തെളിവാണെന്നും ലച്ചു ചൂണ്ടിക്കാട്ടി. റീച്ച് ഉണ്ട്, രേണുവിൻ്റെ കോണ്ടന്റിന് റീച്ച് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ റീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ റീച്ച് നെഗറ്റീവ് പേഴ്സ്പെക്റ്റീവിൽ കൂടെ വരുന്ന റീച്ചും കൂടി ഉണ്ട്. ഞാൻ രേണുസുധിയുടെ റീൽസ് കാണുന്നത് ആ ഷോർട്ട് ഫിലിമിൻ്റെ കഥ കാണാൻ വേണ്ടിയിട്ടല്ല, എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, രേണുവിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, രേണുവിനോട് വെറുപ്പുള്ള ആൾക്കാരുണ്ട്, രേണുവിന് ചീത്ത പറയാനോ നെഗറ്റീവ് കമൻറ്റ് ഇടാനും വരുന്ന ആൾക്കാരുണ്ട്, അതിൽ നിന്ന് കോണ്ടന്റ് എടുക്കാൻ വരുന്ന ആളുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് 1 മില്യൺ ആവുന്നുള്ളൂ, അല്ലാണ്ട് മുഴുവൻ ജനപ്രീതി അല്ല. ഈ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് അഭിപ്രായം പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി പഴയകാല രേണു ചേച്ചിയിലോട്ടൊരു തിരിഞ്ഞു പോക്ക്. ഞാൻ ചില വീഡിയോസൊക്കെ കണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് തോന്നി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യമാണ് സുധിയും രേണുവുമായിട്ടുള്ള ഒരു റീൽസാണിത്. ഈ റീൽസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രേണുവിന് ഒരു മാറ്റവുമില്ല, പണ്ടേ രേണു ഇത് തന്നെയാണ്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ ഓഫ് ഡാൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, രേണു സുധി എന്ന് പറയുന്ന വ്യക്തി പണ്ട് തൊട്ടേ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളാണ്. ഡാൻസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും രേണുവിന് ഇഷ്ടമാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ വേറൊരു ഡാൻസ് റീൽ ഇവിടെ കാണിച്ചു തരാം. എനിക്ക് അയാളുടെ വയറ് കണ്ടിട്ട് തോന്നുന്നു പ്രഗ്നൻ്റ് ആയ ഒരു സമയത്ത് എടുത്തതാണ്. ഇതൊരു ക്ലാസിക്കൽ റീൽസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കളിക്കുന്ന സമയത്ത് രേണുവിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു മേക്കപ്പ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം അത്യാവശ്യം. ഇപ്പം രേണുസുധി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കളിക്കുന്നത് കൊണ്ട് തന്നെ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊളാപ്സ് കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഹെയർ മാറ്റുന്നു, അങ്ങനെ ചേഞ്ചസ്. പക്ഷെ പണ്ടേ അണിഞ്ഞൊരുങ്ങിയിട്ടാണ്. അതിൻ്റെ ഒരൊറ്റ ക്ലിപ്പും കൂടെ ഞാൻ വെച്ച് തരാം. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ധൈര്യം വേണം, ഇല്ലേ? ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ഏതേലും ഒരുത്തനെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ മാറി നിൽക്കാം, എൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ മാർക്കും എനിക്കറിയത്തില്ല. ഹായ് രേണു ചേച്ചി, ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഒരു പേടിയുമില്ല. കാരണം നമുക്ക് ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ പോലെയുള്ള സാധനങ്ങൾ തുറന്നു വെച്ച് വീഡിയോ എടുക്കുന്നത്. പക്ഷേ രേണു ചേച്ചി പറയുന്ന പോലെ ഇങ്ങനെ ഈ മണ്ടത്തരം പറഞ്ഞ് നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ചിന് വേണ്ടി എന്ത് പേക്കൂത്തും കാണിക്കാൻ എന്നെ പോലെയുള്ള എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല.
ക്യാമറയുടെ മുമ്പിൽ വരാം. കാരണം രേണു ചേച്ചി ഡാൻസ് കളിക്കുന്ന പോലെ കളിച്ചാൽ മതിയെങ്കിൽ ഓക്കെ, രേണു ചേച്ചി പാടുന്ന പോലെ പാടിയാൽ മതിയെങ്കിൽ ഓക്കെ, രേണു ചേച്ചി അഭിനയിക്കുന്ന പോലെ അഭിനയിച്ചാൽ മതി ഓക്കെ, നമ്മളെല്ലാം ഞാൻ വന്ന് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ലാലേട്ടനും മഞ്ജു വാര്യറൊക്കെ ചെയ്യുന്ന പോലെ അഭിനയിക്കാൻ എനിക്കറിയില്ല, പിന്നെ ഡാൻസേഴ്സ് കളിക്കുന്ന പോലെ ഡാൻസ് കളിക്കാൻ എനിക്കറിയില്ല, ഗായകർ പാടുന്ന പോലെ പാടാനല്ല. പക്ഷേ രേണു ചേച്ചി ചെയ്യുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പാട്ട്, ഡാൻസ്, അഭിനയം, ഈ 3 സാധനം മാത്രം. അല്ലാണ്ട് ഈ നെഗറ്റീവ് കോൺട്രവേഴ്സി, ഈ പ്രശ്നങ്ങൾ തുരന്നുണ്ടാക്കുക പരിപാടിക്കൊന്നും കഴിവില്ല. ചേച്ചി ഉയർ. എന്ത് ഫ്രസ്ട്രേഷൻ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം, ഈ ഡ്രസ്സ് എനിക്ക് വേറെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലടാ. എനിക്കത് അത്യാവശ്യം നല്ല ഇണങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മറച്ചു തന്നെയാണ് വെച്ചേക്കുന്നത്. യെസ്, ഇതിനെനിക്ക് നല്ല ക്ലിയറായ മറുപടി വിത്ത് ചില വീഡിയോ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല. മറക്കേണ്ട സാധനങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ സാധനത്തിനോട്. മറക്കേണ്ട സാധനങ്ങൾ മറച്ചു വെച്ചാണ് ചെയ്തത്, എന്നാൽ ഇപ്പോൾ പണത്തിന് വേണ്ടി പലതും മറക്കുന്നില്ല. അവസാനിപ്പിച്ച് എൻ്റെ അമ്മോ, ഞാൻ എന്നാ പോയി കുളിക്കട്ടെ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.